ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇതാ ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സ്ഥലം വരെ പോവാട്ടോ. ഒരു ഷൂട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്കൂളിൽ പോകുന്നുണ്ട്. ആ സ്കൂളിലത്തെ ഒരു ഷൂട്ടാണ്. സ്കൂളിൽ ഞാൻ കാണിച്ചു തരട്ടോ. വണ്ടി ഓട്ടുമ്പോൾ പോകാൻ നോക്കാണ്. അമ്മ ഏട്ടാ പോണേ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇന്നൊരു പ്രത്യേക ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് പഠിച്ച് എങ്ങനെയാ പറയേണ്ടതൊക്കെ പഠിച്ച് പ്രത്യേക ഷൂട്ട്. ഞാൻ പോയിട്ട് അവിടെ കാണിച്ചിട്ടോ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. ഗൈസ് അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ വന്നെത്തി. ഇത് അപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ കയറി വെക്കേണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ലൊക്കേഷനിൽ ഇതാ മേമേനെ കണ്ട്. മേമയാണ് ഇവിടെ ഉള്ള ടീച്ചർ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തോ ബ്രീഫിങ് ചെയ്തെന്നാണ് എങ്ങനെയാണ് സ്കൂള് കാര്യങ്ങൾ, ഇതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എടുക്കാനാണ് വന്ന്. ഒരുപാട് വിശേഷങ്ങൾ വേറെയുണ്ട് പറയാൻ. ഒക്കെ കാണാം. മേമ പിന്നീട് പ്രിൻസിപ്പളൊക്കെ ആയിട്ട് കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളും ചെയ്ത് എങ്ങനെ ഷോർട്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. അതിനുശേഷം ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഷോർട്സ് എടുത്ത് അതേപോലെ മേമയായിരുന്നു ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ടീച്ചറാണ് കേട്ടോ. ടീച്ചർ അടിപൊളിയായ ക്ലാസ്സും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എക്സാമും നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവരെ ഇവിടെ എല്ലാവരും വെല്ലാണ്, അടിപൊളിയാണ്. എല്ലാവരും യൂട്യൂബിൽ ഇടണം എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 11 മണി സമയമായപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നു മേമ. അതുള്ള ഷൂട്ടും കാര്യങ്ങളും ഓൾമോസ്റ്റ് എടുത്ത് ഇപ്പോൾ അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് ചായക്ക് കടിയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. മേമേൻ്റെ വകട്ടോ, മേമ സ്പോൺസേഡാ അമ്മേ. അതിനുശേഷം ചിക്കൻ റോളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കടിച്ച് മുറിച്ച് കഴിച്ച് സംഭവം നല്ല ടേസ്റ്റിന് ഉണ്ടോ ചിക്കൻ റോൾ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തോന്നി. അതുകൊണ്ട് തന്നെ സ്പീഡിൽ കഴിച്ച് എല്ലാവരും ഉഷാറാണ്. പിന്നെ അതിനുശേഷം നമുക്ക് വേറൊരു സാധനം എടുത്തിന് ഷേക്ക് എത്തുന്നതിന് ഷേക്കും കുടിക്കാൻ വേണ്ടിയുള്ള നല്ല ഷേക്കാണ്. എന്ത് ഷേക്കാന്ന് എനിക്ക് മനസ്സിലായി. ആപ്പിൾ ഷേക്കാണെന്ന് എനിക്ക് തോന്നി. ആപ്പിൾ ഷേക്ക് കിടിലം തന്നെ, ഒരു രക്ഷയില്ല. പിന്നീട് ഷൂട്ടും കാര്യങ്ങളും ബാക്കി സെക്ഷൻസ് ഗൈഡൻസ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കവർ ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷോട്ട് എടുത്ത് ഈ ബാക്കിയുള്ള എടുക്കാണ്ട് അതിൻ്റെ എടുക്കലും കാര്യങ്ങളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. പിന്നീട് ഗംഭീരമായി വീഡിയോസും കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്ത് എടുത്തു തുടങ്ങി. ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. ഇപ്പോൾ സന്തോഷമായോ? മതിയോ? കൊട്ടുക്കാപ്പിള്ളിയുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ 1976 ജൂൺ 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ നിന്ന് 608 വിദ്യാർത്ഥികളും 28 അധ്യാപക അനധ്യാപകരോടും കൂടി താമരശ്ശേരി സബ് ജില്ലയിൽ ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എഴുതി കൊടുത്തത് ആ കാണുന്ന ജിഷ ടീച്ചറാണ്. ജിഷ ടീച്ചറുടെ സ്ക്രിപ്റ്റ് ആണ്. അടിപൊളിയായിട്ട് ടീച്ചർ എഴുതി കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് സംഭവം വേർഡിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണാനും അല്ല കേൾക്കാനും ഒക്കെ വിഷ്വലി എല്ലാം കൂടെ ഭംഗി ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ കാര്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഇനി ഇവരെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്ത് ഇവർ അറേഞ്ച് ചെയ്യണം. എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാ JRCയും എല്ലാ ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ട് ഇവിടെ. എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി ഇവരെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്സും കൂടെ എടുത്താലേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ എടുക്കാണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ അവർ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലെങ്ത്തിൽ എടുക്കുന്ന വീഡിയോ. മലയാളത്തിൻ്റെ സാറിൻ്റെ അവിടെ ഉണ്ട്. സാറിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അജേഷ്. അജേഷ് മാഷാണ് ഇവിടെ മലയാളത്തിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അടിപൊളി സാറാണോ? പിള്ളേരല്ലേ പറയണ്ടേ? ഓക്കെ 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 സാർ ഓക്കെ. കുട്ടികളെ റെഡിയാക്കി നിർത്തുന്നുണ്ട്. അതിൻ്റെ ഷോർട്സും കാര്യങ്ങളാണ് ഇനി എടുക്കാൻ വേണ്ടി പോണത്. എല്ലാം കണ്ട അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ? കണ്ടാ നല്ല കോടതല്ലേ നിൽക്കുന്നില്ല. സ്കൗട്ടിൻ്റെ നല്ല ടീം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നിങ്ങളെ പെർഫോമൻസ് അടിപൊളിയല്ലോ. സ്ഥിരമായി ചെയ്യലുണ്ടോ? വെറുതെ പറയട്ടോ, കുറെ ആയി ചെയ്തിട്ട് വരും അല്ലേ? ചെയ്യാറുണ്ടോ? ഈ യൂണിഫോം എന്നിടോ? ഓക്കെ ഓക്കെ ശരി ശരി ശരി. കാരണമായ ഒരാൾ നമ്മളെ വീഡിയോ എടുക്കേണ്ടോ വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഹാപ്പിയാണോ? ഹാപ്പിയാ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാലോ? ഒന്നും പറയാലോ കേട്ടോ. വീഡിയോസ് അടിപൊളിയാണോ? അടിപൊളിയാണ്. ടീച്ചർമാരൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് ഇവരെ അവസാനത്തെ ഗ്രൂപ്പ് ഫോട്ടോ, അതാണ് അടുത്ത പ്ലാന്. അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ലെവലിൽ അറേഞ്ച് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയാണ് ഷോട്ടിന്. ഇപ്പോൾ തീരും. ഷോട്ടിനനുസരിച്ച് ടീച്ചർമാരെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ PT സാറിനുണ്ട്. സാർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നിൽക്കുന്ന തിരക്കിലാട്ടോ എല്ലാവരും. ഇപ്പോൾ റെഡിയാവും. പ്രിൻസിപ്പാളും ഗൈഡ് ഉണ്ട്. ടീച്ചർമാരും എല്ലാം യൂട്യൂബിൽ ഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ കുഴങ്ങി പോയി. വീട്ടിലെത്തിരി ബാക്കി പറയട്ടോ. കുഴങ്ങി. ആ ലാബിൽ തന്നെ ഇരുത്തിയാൽ പോരെ. ആ ലാബിൽ തന്നെ
ഷൂട്ടിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഉണ്ട്. കുറെ മക്കൾ ഇവിടെ ഉണ്ട്. എല്ലാവരും നിങ്ങളൊക്കെ വീഡിയോ കൂടണ്ടേ? എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഒരുപാട് ഷോർട്സും കാര്യങ്ങളും അവരുടേതായ കൊക്കോൻ്റെ കൊക്കോ അങ്ങനെ എന്താ പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ആ സംഭവത്തിന് ഗെയിം പ്ലേസും കാര്യങ്ങളും അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം വൃത്തിക്കായിട്ട് കാര്യങ്ങളൊക്കെ എടുക്കുക തന്നെയാണ് ടാസ്ക് ഉള്ളത്. അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് എടുക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് നടന്നു പോവുകയാണ്. അതിൻ്റെ ഓരോ ഷോർട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയി എടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ ഷോർട്സും പ്ലേസ്. പിന്നെ അതുപോലെ നമുക്കൊരു ധാരണ വേണം കഥ എങ്ങനെ വരണം, എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലൈന് കാര്യങ്ങൾ. നമ്മളെ മൈൻഡിൽ അതിൻ്റെ സ്ട്രക്ചർ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കുന്ന സാധനങ്ങൾ വൃത്തിക്കായിട്ട് എടുത്ത് തീർക്കാൻ പറ്റുള്ളൂ. കഥ അല്ലാതെ എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഓവർ ടൈം നമുക്ക് എല്ലാത്തിലും ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് റിപ്പീറ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്കുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവാനും ചെയ്യാം. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പലർക്കും പല രീതിയിലേക്കും, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ എന്താ ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടി പോകാട്ടോ. ഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ കുഴങ്ങി പോയി. വീട്ടിൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രം നന്ദുട്ടൻ വ്ളോഗ്.